ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ നടക്കാൻ പോകുന്ന കാലഘട്ടമാണ്. അതിനായിട്ട് പല രാഷ്ട്രീയ പാർട്ടികളും അതിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് പരിധിയപ്പോൾ കിട്ടിയ വചനമാണ് ഞാനിന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. നമുക്ക് പുറപ്പാട് പുസ്തകത്തിലെ 18-ാം അധ്യായത്തിലെ 17-18 തിരുവചനം. അപ്പോൾ അവൻ പറഞ്ഞു, നീ ചെയ്യുന്നത് ശരിയല്ല, നീയും നിന്റെ കൂടെയുള്ള ജനങ്ങളും ക്ഷീണിച്ച് വിവശരാകും, ഇത് ഭാരമേറിയ ജോലിയാണ്. പ്രൈസ് ദി ലോർഡ്. സീനാൻ മലയുടെ താഴ്വരയിൽ എത്തുന്നതിന് മുമ്പ് ഇസ്രയേൽ ജനം അവസാനമായി പാളയമടിച്ച സ്ഥലമാണ് റഫീദീം എന്ന സ്ഥലം. സമതലം എന്നാണ് ഈ പേരിൻ്റെ വ്യക്തമായ അർത്ഥം കൈവരുന്നത്. കുറച്ചുനാൾ ജനം അവിടെ താമസിച്ചു. ആ താമസത്തിനിടയിലാണ് സാമൂഹിക ജീവിതത്തെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു സംവിധാനം രൂപപ്പെട്ടത്. മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായ ജത്രോയുടെ ഉപദേശപ്രകാരമാണ് മോശ ഈ പുതിയ സംവിധാനത്തിന് രൂപം നൽകിയത്. സിപ്പോറിയെയും 2 പുത്രന്മാരെയും മോശയുടെ അടുക്കിലേക്ക് കൊണ്ടുവന്ന ജത്രോ മോശ എന്ന നേതാവിൻ്റെ ചെയ്തികൾ സസൂക്ഷ്മം വീക്ഷിച്ചു. തൻ്റെ മരുമകൻ ആവശ്യമില്ലാതെ ക്ലേശിക്കുകയാണെന്നും അയാളുടെ കഠിനാധ്വാനം ജനത്തിൻ്റെ കഷ്ടതകൾ വർദ്ധിപ്പിക്കുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം മനസ്സിലാക്കി. അതിനാൽ സമൂഹത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് ഒരു പുതിയ ഭരണ സംവിധാനം നിർദ്ദേശിച്ചു കൊടുത്തു: അധികാര വികേന്ദ്രീകരണം. ഈ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വചനത്തിലൂടെ വായിച്ചു കേട്ടത്. എല്ലാ കാര്യങ്ങളും തനിച്ച് തീരുമാനിക്കുകയും നിർവഹിക്കുകയും ചെയ്യണം എന്ന നേതാവിൻ്റെ നിലപാട് ബുദ്ധിശൂന്യതയാണ്. അത് മോശയെപ്പോലെ വലിയൊരു നേതാവാണെങ്കിൽ പോലും ജനങ്ങളിൽ നേതൃവാസനയും ഗുണങ്ങളുമുള്ള ധാരാളം ആളുകളുണ്ടാകും അന്നും ഇന്നും. അവരെ കണ്ടുപിടിച്ച് അവരുടെ കഴിവിന് അനുസൃതമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. 1000, 100, 50, 10 എന്നിങ്ങനെ ഗണങ്ങളായി തിരിച്ച് ഓരോ ഗണത്തിനും നേതാക്കന്മാരെ നിശ്ചയിച്ചു കഴിയുമ്പോൾ ഭരണം എളുപ്പമാകും. കൂടുതൽ കാര്യക്ഷമയും നീതിനിഷ്ഠവും ഉണ്ടാക്കും. പൊതുവായ നിർദ്ദേശങ്ങൾ നൽകുകയും സുപ്രധാനമായ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം മാത്രം കേന്ദ്ര നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ നീതി നിർവഹണം നിഷ്പ്രയാസം നടത്താനാകും. ഇത് ജത്രോ മോശയ്ക്ക് നൽകിയ ഉപദേശമാണ്. ജത്രോയുടെ നിർദ്ദേശം മോശ സ്വീകരിച്ചു. അത് മോശയ്ക്കും ജനത്തിനും വളരെ പ്രയോജനപ്രദമായി. കുടുംബം മുതൽ രാഷ്ട്രം വരെ നയിക്കുന്ന ഭരണകർത്താക്കൾ ആവശ്യം പാലിക്കേണ്ട വലിയൊരു നിർദ്ദേശമാണ് റഫീദീമിൽ നിന്ന് നൽകപ്പെട്ടതെന്ന്. ഞാൻ തന്നെ ചെയ്താലേ ശരിയാവൂ എന്ന് ആരും നിർബന്ധം പിടിക്കാതിരിക്കണം. എനിക്ക് ശേഷം പ്രളയമാണെന്ന് വിശ്വസിക്കുന്ന പല നേതാക്കന്മാരും അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. സംഘടനാ തലത്തിലും കമ്പനികളിലും മതമേഖലകളിലും എല്ലാം പ്രസക്തമാണ് ഈ നിർദ്ദേശം. പുറപ്പാട് പുസ്തകത്തിലെ ജത്രോ നൽകിയ മോശയ്ക്ക് നൽകിയ നിർദ്ദേശം വളരെ പ്രസക്തമാണ്. സംഘടനാ തലത്തിലും മാത്രമല്ല, ഇത് മതമേഖലയിലും എല്ലാം പ്രസക്തമാണ് ഈ നിർദ്ദേശം. ഇത് സ്വീകരിച്ചതെങ്കിൽ എത്രമാത്രം സമയവും ധനവും ലാഭിക്കാമായിരുന്നു. നിസ്സാര കാര്യങ്ങളിൽ പോലും തീരുമാനത്തിനായി തലസ്ഥാനത്തേക്ക് ഓടേണ്ടി വരികയില്ലായിരുന്നു. ദൈവം ഓരോ വ്യക്തിയെയും വിശ്വസിക്കുന്നു, ഇത്തരം ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. അധികാരം കൈയാളുന്ന മനുഷ്യരും മറ്റുള്ളവരെ വിശ്വസിക്കാനും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാനും തയ്യാറാവണം. ഇതൊക്കെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടിയിട്ട് അല്ലെങ്കിൽ ആ പുറപ്പാട് പുസ്തകത്തിൽ കൂടിയിട്ട് ജത്രോ മോശയ്ക്ക് നൽകിയ ഉപദേശത്തിൻ്റെ രത്നച്ചുരുക്കം. പ്രിയമുള്ളവരെ, അധികാരം അത് പങ്കുവയ്ക്കാനുള്ളതാണ്. നാം
നമ്മൾക്ക് മുമ്പും നമുക്ക് ശേഷവും ജനങ്ങൾ ജീവിക്കുന്നു, മരണപ്പെട്ടു പോകുന്നു. ഒന്നും തന്നെ സ്ഥായിയായിട്ട് ഒന്നും തന്നെ ഇല്ല ഈ ലോകത്ത്. അപ്പോൾ എല്ലാതും മുറുക്കി പിടിച്ചിരുന്നു കൊണ്ട് എല്ലാതും എനിക്ക് അധീനപ്പെട്ടിരിക്കണം എന്നുള്ള ചിന്ത അതിലൊന്നും തന്നെ ഇല്ല. കാരണം എന്തെല്ലാം നേടിയാലും നിന്റെ ആത്മാവിനെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചാൽ നിനക്ക് എന്ത് ഫലം? അതാണ് ദൈവം ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, അധികാര വികേന്ദ്രീകരണം എല്ലാം പങ്കുവെച്ചു കൊടുക്കാനുള്ളതാണ്. നിങ്ങളുടെ സ്വത്താവട്ടെ, ഒന്നും തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. യാതൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. എത്രമാത്രം അക്കാഡമിക് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിലും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എത്രമാത്രം ലക്ഷങ്ങളുണ്ടായാലും കൊണ്ടുപോകാൻ പറ്റില്ല. എത്രമാത്രം കോടികളുണ്ടായാലും കൊണ്ടുപോകാൻ പറ്റില്ല. എത്രമാത്രം കമ്പനികളുടെ CEO ആണെന്ന് പറഞ്ഞാൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എത്രയാലും ഭൂസ്വത്തിന് ഉടമയായിരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടെങ്കിലും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം പങ്കുവെച്ചു കൊടുക്കാനുള്ളതാണ്. ആത്മാവ് മാത്രമേ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നേയുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കി ദൈവം അന്ന് ജെത്രോ മോശയ്ക്ക് കൊടുത്ത ഉപദേശം ഈ അന്നും ഇന്നും അർത്ഥവത്തമാണ്. ആ വ്യക്തമായ വചനം നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങി അധികാര വികേന്ദ്രണം പോലെ എല്ലാം കുടുംബങ്ങളിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും എല്ലാം കഴിവുള്ള ആളുകൾ ഒരുപാടുണ്ട്. അത് ടാലൻ്റുള്ള ആളുകൾ ഒരുപാടുണ്ട്. എനിക്ക് മാത്രമേ എല്ലാം അറിയൂ, അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ, എനിക്ക് മാത്രമേ എന്തും പറ്റൂ എന്നുള്ള ചിന്താഗതി വെടിഞ്ഞ് അത് എല്ലാവർക്കുമായിട്ട് വികേന്ദ്രിച്ച് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുമ്പോൾ, അതാണ് എപ്പോഴും ഞാൻ പറയുന്നത്, വിട്ടുകൊടുക്കുമ്പോൾ അത് എല്ലാവരിലേക്കും ഉണ്ടാവുകയും ഒരു വൃക്ഷത്തിൽ മാത്രം ഫലം കാച്ചുന്നുണ്ട് അതെല്ലാവർക്കും എത്തുകയില്ല. ഒരുപാട് വൃക്ഷങ്ങൾ ഫലങ്ങളായിട്ട് നിൽക്കുമ്പോൾ അത് ഒരുപാട് ജനങ്ങൾക്ക് അത് ഭക്ഷിക്കാൻ സാധിക്കും, അതിൽ വിശപ്പടക്കാൻ സാധിക്കും എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ജെത്രോ മോശയ്ക്ക് നൽകിയ ഉപദേശം ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണ് എന്ന് വിശ്വസിക്കുക. അതിനോടൊപ്പം നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. വചനം നമ്മൾ ഓരോ ദിവസം കൂടുന്തോറും ദൈവവചനത്തിൽ നിന്ന് തന്നെ എല്ലാതും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നല്ലവനായ ഈശോയെ, കർത്താവേ, ജെത്രോ മോശയ്ക്ക് നൽകിയതുപോലെ എല്ലാതും വിട്ടുകൊടുക്കാനും പങ്കുവെച്ചു കൊടുക്കാനുമായിട്ട് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, എല്ലാം നിൻ്റേതാണ്, ഞങ്ങളേതായിട്ട് ഒന്നും തന്നെയല്ല ചിന്താഗതിയിലേക്ക് ഞങ്ങളെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് നീ തന്നതാണ് ജീവിതമെന്നും നീ തന്നതാണ് എല്ലാം തന്നെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.